ജോൺ ബ്രിട്ടാസെ, നിങ്ങളിപ്പോൾ ടെലിവിഷൻ അല്ലെങ്കിൽ സാറ്റലൈറ്റ് ചാനൽ ആങ്കറല്ല, റിപ്പോർട്ടറല്ല, അതിൻ്റെ മേധാവിയുമല്ല. സാങ്കേതികമായി ആയിരിക്കും, പക്ഷെ അതിലുപരിയായി നിങ്ങൾ രാജ്യസഭ എം പിയാണ്. അപ്പോൾ താങ്കൾ പറയുമ്പോൾ കുറേ കൂടെ ഉത്തരവാദിത്വത്തോടുകൂടി കാര്യങ്ങൾ പറയണ്ടേ? താങ്കൾ അവിടെ പോയി കന്യാസ്ത്രീകളെ കണ്ടു, അവർക്ക് ഷാളിട്ടു, ലഡു കൊടുത്തു, അവർക്ക് പല പ്രാവശ്യം അവിടെ പോയി, അതെല്ലാം നല്ല കാര്യം. CPM-നെ പ്രതിനിധീകരിച്ച് താങ്കൾ ഒരു ക്രിസ്ത്യൻ മതവിശ്വാസത്തിൽ വിശ്വസിക്കുന്ന ആളായതുകൊണ്ട് സ്വാഭാവികമായിട്ട് താങ്കൾ പോകണം. BJP-ക്കാർ തന്നെ അനൂപ് ആൻ്റണിയാണ് അങ്ങോട്ട് അയച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് കുഴപ്പമില്ല, അത് പ്രശ്നമില്ല. പക്ഷേ അതല്ല വിഷയം. താങ്കൾ അതിനുശേഷം ഒരുപാട് കഥകളും ഒരുപാട് അനാവശ്യ കാര്യങ്ങളാണ് പറയുന്നത്. ഇന്നലെ താങ്കൾ അവസാനം രണ്ട് താങ്കളുടേതായി താങ്കളുടെ ഫോട്ടോ വെച്ചുകൊണ്ട് ഫേസ്ബുക്ക് വാളുകളിൽ 2 പോസ്റ്റർ വന്നിട്ടുണ്ട്. ഒന്ന്, കേരളത്തിലെ BJP-യാണ് ഇതിനെല്ലാം കാരണം. അപ്പോൾ താങ്കൾ പറയുന്ന കേട്ടാൽ തോന്നും രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം ക്രിസ്ത്യാനികളെ ഒന്ന് സഹായിക്കാൻ വേണ്ടി രാജീവ് ചന്ദ്രശേഖർ ഇവിടുത്തെ ക്രിസ്ത്യൻ മിഷണറിമാരെ എല്ലാം കൂടി സ്വാധീനിച്ച് 2 കന്യാസ്ത്രീകളെ അവിടെ ഇറക്കി ഛത്തീസ്ഗഡ് ഗവൺമെൻറ്റിനോട് പറഞ്ഞ് അവിടെ നിന്ന് 3 പെൺകുട്ടികളെയും ഒരു ചെറുപ്പക്കാരനെയും കൂടെ പിടിച്ചുകൊണ്ട് വന്ന് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് രാജീവ് ചന്ദ്രശേഖർ അവിടെ പോയി TT-യോട് പറഞ്ഞ് അവരെ പിടിച്ച് ബജറംഗ് ദളിനെ കൊണ്ട് സമരം ചെയ്യിച്ച് അവരെ കൊണ്ട് കേസ് കൊടുപ്പിച്ച് പോലീസിലാക്കി. അത് പിന്നെ 143-യും പിന്നെ ഛത്തീസ്ഗഡ് നിയമമൊക്കെ പാസ്സാക്കി അവരെ ജയിലിലാക്കി. പിന്നെ അതിനുശേഷം അനൂപ് ആൻ്റണി അങ്ങോട്ട് അയച്ച് പിന്നെ പ്രധാനമന്ത്രിയെ പോയി കണ്ടു, പിന്നെ അമിത്ഷായെ കാണുന്നു. അങ്ങനെ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു തിരക്കഥയാണിത്. അതുകൊണ്ട് കേരളത്തിൽ വോട്ട് ചെയ്യരുത്. എത്ര മ്ലേച്ഛമായ, എത്ര അശ്ലീലമാണ് താങ്കൾ പറയുന്നത്. അവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന സ്ഥലം 11 സംസ്ഥാനങ്ങളിൽ പിന്നെ ജോൺ ബ്രിട്ടാസ് ഇതൊക്കെ ഒന്ന് പഠിക്കണം കേട്ടോ. ഒന്നാമത് ക്രിസ്ത്യാനി കൂടെ ആയതുകൊണ്ട് 11 സംസ്ഥാനങ്ങളിൽ മതപരിവർത്തന നിരോധന നിയമമുണ്ട് നിർബന്ധിതമായിട്ട്. അങ്ങനെയുള്ള വളരെ സെൻസിറ്റീവായ ഛത്തീസ്ഗഡിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ 2 പേരെ അറസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ 3 പേരെ, ഒരു ആദിവാസി വിഭാഗം 3 പേരെ അറസ്റ്റ് ചെയ്യുന്നു. സ്വാഭാവികമായി അറസ്റ്റിന് അവിടുത്തെ സാമൂഹ്യ സമ്മർദ്ദവും അവിടുത്തെ രാഷ്ട്രീയ വിഷയങ്ങളും അവിടുത്തെ നിയമവും അവിടെ ഭരിക്കുന്ന പാർട്ടി ഇതെല്ലാം അവിടുത്തെ പോലീസിനെ സ്വാധീനിക്കും. അതെല്ലാം സ്വാധീനിച്ചുകൊണ്ട് കേസ് സ്ട്രോങ് ആവുന്നു. അങ്ങനെ കേസ് സ്ട്രോങ് ആയപ്പോൾ അതിന് ആ നിമിഷം പിന്നെ കത്തലിക് കോൺഫറൻസ് ഓഫ് ഇന്ത്യയിലെ കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഇന്ത്യ എന്ന് പറയുന്ന CBCI-ക്കാർ രാജീവ് ചന്ദ്രശേഖരനെ വിളിക്കുന്നു, സഹായം അഭ്യർത്ഥിക്കുന്നു. വേറെ ആരെയും വിളിച്ചില്ല. അപ്പോൾ ഉടൻ തന്നെ രാജീവ് ചന്ദ്രശേഖർ അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നു. ഛത്തീസ്ഗഡ് ഗവൺമെൻറ്റിനെ വിളിക്കുന്നു, മുഖ്യമന്ത്രി വിളിക്കുന്നു, ആഭ്യന്തരമന്ത്രി വിളിക്കുന്നു, കേന്ദ്ര ആഭ്യന്തരമന്ത്രി വിളിക്കുന്നു, അവിടുത്തെ BJP പ്രസിഡന്റിനെ വിളിക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ ക്രിസ്ത്യാനിയായിട്ടുള്ള എന്നാൽ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള വളരെ പദവി കൊണ്ട് സീനിയറായിട്ടുള്ള, പ്രായം കൊണ്ട് സീനിയർ അല്ലെങ്കിലും പദവി കൊണ്ട് സീനിയർ പദവിയിലുള്ള അനൂപ് ആൻ്റണി അങ്ങോട്ട് അയക്കുന്നു. അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, ഇന്നലെ 2000 കിലോമീറ്ററാണ് പലവട്ടം അദ്ദേഹത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യേണ്ടി വന്നത്. കാരണം ഇതിൻ്റെ പേപ്പറുകളും ഇതിൻ്റെ കാര്യങ്ങളും ഒക്കെ ശരിയാക്കുന്നതിന് വേണ്ടി ഓടി നടന്നതാണ് ആ ചെറുപ്പക്കാരൻ. അങ്ങനെ 8-9 ദിവസം അവിടെ നിന്ന് അതിനിടയിൽ MP-മാർ, നിങ്ങളടക്കം ജോൺ ബ്രിട്ടാസ് അടക്കമുള്ള MP-മാർ പാർലമെൻറ്റിൽ അമിത്ഷായ്ക്ക് കത്ത് കൊടുത്തു, റിക്വസ്റ്റ് കൊടുത്തു, കണ്ടു, നിങ്ങൾ പ്രധാനമന്ത്രിയെ കണ്ടു, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. പക്ഷേ അതിനിടയിൽ സുരേഷ് ഗോപി തുടക്ക ദിവസം തന്നെ സുരേഷ് ഗോപി പ്രധാനമന്ത്രിയെ കണ്ടു. അത് സുരേഷ് ഗോപി തട്ടേലച്ചനെ വിളിച്ച് പറഞ്ഞു. ഇതെല്ലാം നടന്നിരിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് BJP ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു മാനസിക പ്രശ്നം എന്താണെന്നറിയാമോ? അത് എനിക്ക് ദുഃഖമുള്ള കാര്യമൊന്നുമല്ല, പക്ഷേ എന്തായാലും ഞാൻ പറയുന്നതാണ്. എന്താണെന്ന് വെച്ചാൽ RSS, സംഘപരിവാർ, വിശ്വഹിന്ദു പരിഷത്ത്, ബജറംഗ് ദളിന്റെ നേതാക്കൾ പറയുന്നത് എന്തിനാണ് ഇങ്ങനെ അങ്ങോട്ട് പോയി ഈ കേസിലൊക്കെ ചെന്ന് BJP ഇത്രയും താല്പര്യമെടുക്കുന്നതെന്ന് ഞാൻ ചോദിക്കുമ്പോൾ അവിടെയും രാജീവ് ചന്ദ്രശേഖരനെ പ്രതിരോധത്തിലാക്കാനാണ് ശ്രമിക്കുന്നത്. അങ്ങനെ നിങ്ങളെല്ലാവരും കൂടി പ്രതിരോധത്തിലാക്കാൻ ശ്രമിക്കുമ്പോഴും തലയെടുപ്പോടുകൂടി നിങ്ങളുടെ ചരിത്രത്തിൽ ഇതുവരെ വന്നിട്ടുള്ള ഏതെങ്കിലും ഒരു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ്, ഏത് പാർട്ടിയുടെ ആവട്ടെ, സംസ്ഥാന പ്രസിഡന്റ് ജയിലിൻ്റെ നടയിൽ പോയി ആളുകളെ സ്വീകരിച്ച് അവരുടെ വീട്ടിൽ കൊണ്ടാക്കി അല്ലെങ്കിൽ കോൺവെൻറ്റിൽ കൊണ്ടാക്കി ഒരു ചരിത്രമുണ്ടോ കേരളത്തിൽ? ഇല്ലല്ലോ. ആ രീതിയിൽ രാജീവ് ചന്ദ്രശേഖർ ഒരു പ്രാവശ്യം ഡൽഹിയിൽ പോയി തിരിച്ചു വന്നു. വീണ്ടും അമിത്ഷാ വിളിച്ചതുകൊണ്ട് വീണ്ടും ഡൽഹിയിൽ പോയി. ഈ ചർച്ചകൾ കഴിഞ്ഞതിന് ശേഷം പ്രധാനമന്ത്രിയെ കാണുന്നു. പ്രധാനമന്ത്രിയുടെ നിന്നും അമിത്ഷായുടെ നിന്നും അവിടുത്തെ പോലീസിൻ്റെ നിലപാടിൽ ഒരു ഉറപ്പ് വാങ്ങുന്നു. എന്തായാലും ഇത് ശരിയായ ഒരു കേസല്ലെങ്കിൽ തീർച്ചയായിട്ടും ജാമ്യം കിട്ടട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ജാമ്യം കിട്ടിയപ്പോൾ ജയിലിൻ്റെ മുന്നിൽ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് പോയി കാത്തു നിൽക്കുന്ന കാഴ്ച നിങ്ങൾ TV-യിൽ കണ്ടതല്ലേ? എന്നിട്ട് എന്താ ജോൺ ബ്രിട്ടാസെ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇന്ന് താങ്കൾ പറഞ്ഞിരിക്കുന്ന മറ്റൊരു വാദം BJP-ആണ് ഇത് കൊണ്ടിട്ടതെന്നും, അപ്പോൾ ഇട്ടതും BJP, എടുത്തതും BJP എന്നുള്ള നിലയിൽ എന്തിനാണ് നിങ്ങളിലെ താര രാഷ്ട്രീയം കളിക്കുന്നത്? നിങ്ങളൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പ്രതിനിധാനം ചെയ്യുന്ന ആളല്ലേ, മാർക്സിസ്റ്റ് പാർട്ടിയെ പ്രതിനിധാനം ചെയ്യുന്ന ആളല്ലേ. താങ്കളൊരു MP എന്നുള്ള നിലയിൽ അവിടെ പോയി, ഓക്കെ, അല്ലെങ്കിൽ പാർട്ടി പറഞ്ഞിട്ട് പോയി. പക്ഷെ അതിനപ്പുറമുള്ള തറ രാഷ്ട്രീയം, തറപ്രവർത്തനങ്ങൾ കാണുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. അതൊരു കാരണവശാലും ചെയ്യരുത്. ആർക്കോ ക്രെഡിറ്റ് കിട്ടട്ടെ. കാരണം സോഷ്യൽ മീഡിയയുടെയും അതുപോലെ തന്നെ സാറ്റലൈറ്റ് ചാനലുകളുടെയും പത്രങ്ങളുടെയും പുതിയ ലോകത്ത്
എല്ലാം ഫിംഗർ ടിപ്പിൽ കിട്ടുമ്പോൾ എന്തിനാണ് ഈ ചക്കളത്തി പോരാട്ടങ്ങൾ?